ഈ ഒരു അപൂർവമായ പഴം പലരും ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടാവില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിലെ താരം കൂടിയാണ് ഈ ഫ്രൂട്ട്. ഞാനും ഇന്ന് ആദ്യമായിട്ടാണ് ഇത് രുചിക്കാൻ പോകുന്നത്. അബിയു എന്ന നാമമുള്ള ഈ പഴം സൗത്ത് അമേരിക്കയിൽ നിന്നാണ് ആദ്യം വന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലും കർണാടകയിലും ചില ആളുകൾ വീട്ടുവളപ്പിൽ തന്നെ ഈ മരം വളർത്തുന്നുണ്ട്. പൂർണ്ണമായി വളർന്നാൽ 40 മുതൽ 50 അടി വരെ ഉയരം വരുന്ന ഒരു എവർഗ്രീൻ മരമാണിത്. പഴം പഴുത്താൽ കാണുന്ന ഈ മഞ്ഞ നിറം നന്നായി ആകർഷിക്കുന്ന ഒന്നാണ്. പുറത്ത് പഴുത്ത മാമ്പഴം പോലുള്ള നിറം, അകത്ത് വെളുത്ത ജെല്ലി പോലെ പൾപ്പി ഫ്ലഷ്. ഇതിന്റെ സ്വാദ് പലരും വാനില ഐസ്ക്രീം പോലെ എന്ന് പറയുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് ഒരു കരിക്ക് കഴിക്കുന്ന ടേസ്റ്റ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അബിയുവിന് ചുറ്റിനുമുള്ള ചർമ്മത്തിൽ കുറച്ച് സ്റ്റിക്കി ലാറ്റിക്സ് ഉണ്ടാവും. അതുകൊണ്ട് പഴം പൂർണ്ണമായും പഴുത്തിരിക്കണം, അല്ലെങ്കിൽ വായിലൊട്ടും അസ്വസ്ഥതയും ഉണ്ടാകും. നന്നായി പഴുത്ത പഴം മാത്രം കഴിക്കാൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. വിറ്റാമിൻ എയും സിയും ഫൈബറും ഇവയൊക്കെ നിറഞ്ഞ ഈ പഴം ഇമ്മ്യൂണിറ്റി, ഡൈജഷൻ, സ്കിൻ ഹെൽത്ത് എന്നിവയ്ക്ക് വളരെ നല്ലതാണെന്ന് പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് ശേഷമേ കൊടുക്കാൻ പറ്റൂ. പക്ഷേ വലിയവർക്ക് സേഫായും ടേസ്റ്റിയായും കഴിക്കാവുന്ന ഒരു പഴമാണിത്. നാച്ചുറൽ ഷുഗർ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരുപാട് കഴിക്കുന്നത് ഷുഗർ പ്രശ്നമുള്ളവർക്ക് നല്ലതല്ല എന്ന് തോന്നുന്നു. അതിപ്പോ അധികമായാൽ അമൃതവും വിഷം എന്നാണല്ലോ. ഈ പഴത്തിൽ നിന്ന് എനിക്ക് 3 സീഡാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കുഴിച്ചിട്ടാൽ എന്തായാലും കിളിർത്ത് വരും. ഇതുവരെ കഴിക്കാത്തവർ ഒരിക്കൽ അവസരം കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അപൂർവമായ എക്സോട്ടിക് പഴങ്ങൾ വളരുന്നു എന്ന് തന്നെ വലിയൊരു അനുഭവമാണ്. തീർന്നടാ, തീർന്ന് खत्म हो गया